بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه البررة الكرام. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح وما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إنا نبرأ من حولنا وقوتنا إلى حولك وقوتك يا ذا الجلال والإكرام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا صاحب البغداد كل ناصري. പണ്ഡിതന്മാർ, പ്രിയമുള്ള രക്ഷിതാക്കൾ, സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി റഹിമഹുല്ലാഹ് മഹാനുഭാവന്റെ ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ച് അവിടുത്തെ സ്മരിക്കാനും മദ്ഹ് പറയാനുമൊക്കെ ഒരുമിച്ച് കൂടിയ നമുക്ക് ആ മഹാനോടൊത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സലാം മടക്കലും ആമീൻ പറയലൊന്നും ഇല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആളുടെ എണ്ണം കുറവാണെങ്കിലും ഉള്ള ആളുകൾ കാര്യമായി സദസ്സിൽ നിന്ന് പ്രതികരിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അവിടുത്തെ കറാമത്ത് കൊണ്ട് നമ്മിലും നമ്മുടെ ഉസ്താദുമാരിലും കുടുംബാദികളിലുമൊക്കെ വീടുകളിലും ആശുപത്രികളിലൊക്കെയായി രോഗത്തിൽ കഴിയുന്നവരുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മെ നാമാക്കിയ വന്യരായ നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, സ്നേഹിതർ, കുടുംബാദികൾ പലരും ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. ജീവിതകാലം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് എപ്പോഴാണോ അല്ലാഹു നമുക്കൊക്കെ മരണം ഗുണകരമായി നിശ്ചയിക്കുന്നത് ആ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൽബ് ലംഘി കാമിലായ ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വളരെ വിശാലമായ ഒരു പ്രഭാഷണത്തിന്റെ സാഹചര്യമല്ല ഇന്ന്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ താമസിയാതെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേദിയിൽ എത്തും. അതിന്റെ മുന്നോടിയായി അല്പം മാത്രം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു പറയുന്നതും കേൾക്കുന്നതൊക്കെ സാധുവായ എന്റെ ജീവിതത്തിലും നിങ്ങളിലും പ്രാവർത്തികമാക്കാനുള്ള സന്മനസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തുക്കളായ ആളുകളെ സ്മരിക്കുക, ആ സ്മരണയ്ക്ക് വേണ്ടി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുക, സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസുകളൊക്കെ കാര്യക്ഷമമായി നാടുകളിലൊക്കെ നടപ്പിലാക്കുക എന്നതൊക്കെയാണ് ഈ കാലത്ത് ഈമാൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് അഭികാമ്യമായ മാർഗം. എന്തുകൊണ്ട് ദൈനംദിനം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം കാണുന്ന കേൾക്കുന്ന വാർത്തകളൊക്കെ മനസമാധാനത്തോടെ ഉറങ്ങാനും ജീവിക്കാനും വക നൽകുന്നതല്ല. ചെറിയ കുടുംബാന്തരീക്ഷം മുതൽ ആഗോളതലം വരെ ചെറിയൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ എല്ലാ തുറകളിലുള്ള ആളുകളും മനസമാധാനത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണ്. ഈ അടുത്ത് പത്രത്തിൽ നിങ്ങൾ ഒരു മരിച്ച വ്യക്തിയുടെ ഡെഡ് ബോഡി കണ്ടിട്ടുണ്ടാകും. ആ മനുഷ്യന്റെ ബോഡി പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞു അയാൾ അറ്റാക്ക് കൊണ്ട് മരിച്ചത് അല്ല, ക്യാൻസറോ അതുപോലത്തെ ഒരു മാരക രോഗത്തിന് അടിമയായി അദ്ദേഹം മരിച്ചതല്ല. അദ്ദേഹത്തിന്റെ മരണകാരണം പത്രങ്ങൾ വിശദീകരിച്ചത്, ഡോക്ടർമാര് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിന്റെ സുരക്ഷിതത്വത്തിന് അല്ലാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ് സൂര്യഗോളം. ആ സൂര്യകിരണങ്ങൾ ഓസോൺ പാളിയുടെ കട്ടി കുറഞ്ഞ് ക്രമാതീതമായി ഭൂമിയിലേക്ക് പ്രവഹിച്ചപ്പോ ശക്തമായ ചൂടിന്റെ പരിണിത ഫലമായി അദ്ദേഹം മരിച്ചുപോയതാണ്. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ഈ 2 ആഴ്ച മുമ്പ് പത്രത്തിൽ വന്ന ഒരു ചെറിയ ചിത്രമാണ്. ചൂടുകൊണ്ട് ആളുകൾ മരിക്കാൻ തുടങ്ങി, സസ്യലതാദികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. എന്തിനേറെ നട്ടുച്ച സമയങ്ങളിലൊക്കെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ എതിർദിശയിൽ നിന്ന് അടിക്കുന്ന ചൂടായ കാറ്റുകൊണ്ട് മുഖത്തുപോലും പൊള്ളലേൽക്കുന്ന അതിദാരുണമായ അള്ളാഹുവിന്റെ പരീക്ഷണം
പ്രപഞ്ചത്തിൽ നാം കാണുന്നു, ദൈനംദിനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നാം ചിന്തിക്കണം, എന്താണ് ഇതിന്റെ പശ്ചാത്തലം, എന്താണ് ഇതിന്റെ കാരണം? ഇപ്പോ ഈ അടുത്ത കാലത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എന്റെ നാടിന് വേണ്ടി ഒരു ചെറിയ ഉപവാസ പന്തലെങ്കിലും കാണാം. ഇപ്പൊ എന്റെ നാട് എല്ലാ സ്ഥലത്തും വളരെ പ്രസിദ്ധമാണ്. ഒരു വലിയ സിയാറത്ത് കേന്ദ്രമായതുകൊണ്ട് പ്രസിദ്ധമായതല്ല. പിന്നെയോ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മുല്ലപ്പെരിയാർ കേൾക്കാത്ത കുഗ്രാമം പോലും ഇല്ല. ബ്രിട്ടീഷുകാരത് പണിയുമ്പോ 55 കൊല്ലത്തെ കപ്പാസിറ്റി ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 50 കൊല്ലം പിന്നിട്ടു. ബലക്ഷയം എന്നത് ഇന്നലെയുണ്ടായ ഒരു പുതിയ സാഹചര്യമല്ല. പിന്നെന്തുകൊണ്ട് ഇപ്പോൾ അതിനുവേണ്ടി മുറവിളി കൂട്ടി ജനങ്ങൾ ഉപവസിക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 4-5 മാസങ്ങളിലായി ഡാമിനും പരിസരങ്ങളിലുമായി ഭൂമി 3.2, 2.5 ഡിഗ്രിയിലൊക്കെ ചെറുതായിട്ടൊന്ന് ചലിച്ചപ്പോ, ആ ചലനത്തിന് മുന്നോടിയായുള്ള ശക്തമായ ശബ്ദം ജനങ്ങൾ ശ്രവിച്ചപ്പോ, എന്തിനേറെ അതിന്റെ താഴ്വരകളിൽ താമസിക്കുന്ന കുഞ്ഞുമക്കൾ സ്കൂളുകളിൽ പോകാൻ പോലും വിമുഖത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നെങ്കിൽ, അത് അവിടെ മാത്രമല്ല, ലോകമെമ്പാടും മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്ന ചെറിയ ചെറിയ ചലനങ്ങൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വരുന്നു. അന്തരീക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ചെറിയ അണു മാറി നടന്നാൽ അതിനെപ്പോലും ഒപ്പിയെടുക്കാൻ വികാസം പ്രാപിച്ച സയൻസ് ഇന്ന മേഖലയിൽ ഇത്ര ഡിഗ്രിയിൽ ഒരു ചലനമുണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോ 1400 കൊല്ലം മുമ്പ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ആ നബിതങ്ങൾ പറഞ്ഞു, ഇത്തരം ചലനങ്ങൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രൂപത്തിൽ പ്രപഞ്ചത്തിൽ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വരും. ഞാൻ വിശദീകരിക്കുന്നില്ല, അതിന് ടൈമുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഏകദേശം 1 വർഷം തികയുന്നു. ചില പത്രങ്ങളിൽ അതിന്റെ ഫോട്ടോ നിങ്ങൾ വെട്ടിവെച്ചിട്ടുണ്ടാകും. തമിഴ്നാട് ത്തോളം ആ സ്ത്രീ അവളുടെ പ്രസവ വേദന മറക്കുന്നത് തന്റെ കുഞ്ഞോമനെ മാർബിടത്തോട് ചേർത്ത് പിടിച്ച് കുട്ടി അമ്മിഞ്ഞപ്പാല് നുകരുമ്പോ സ്ത്രീ ആ കടുത്ത വേദന 1 മിനിറ്റ് കൊണ്ട് വിസ്മരിക്കുകയാണ്. അന്ന് പ്രസവം കഴിഞ്ഞു ആശുപത്രി അധികൃതർ കുട്ടിയെ മാതാവിന്റെ അരികിൽ അടുപ്പിക്കുമ്പോ ആ മാതാവ് കുട്ടിയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. വാരി പുണരുകയോ ചുംബനമർപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്താ കാരണം? തന്റെ ഉദരത്തിൽ ആ ശിശു വളരാത്തതിന്റെ പേരിൽ അല്ല, തന്റെ പ്രിയതമന്റെ ബീജമല്ലാത്തതിന്റെ പേരിലല്ല, 9 മാസക്കാലത്തിലേറെ ആ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാത്തതിന്റെ പേരിലല്ല. പിന്നെയോ കാല് നല്ല മനുഷ്യന്റെ കാല്, കയ്യ് നല്ല മനുഷ്യന്റെ കയ്യ്, ഉടൽ മനുഷ്യന്റെ ഉടൽ. ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അവന്റെ മുഖമുണ്ടല്ലോ, ആ മുഖത്തേക്ക് നോക്കുമ്പോ പന്നിയുടെ വികൃതമായ രൂപം. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാവട്ടെ. ബീജം ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ലിംഗനിർണയം പോലും നടത്തുന്ന ആധുനിക സയന്റിസ്റ്റുകൾ 9 മാസക്കാലത്തിലേറെ ഒരു കുഞ്ഞിന്റെ മുഖം പന്നിയുടെ വികൃതമായ രൂപത്തിൽ ഗർഭാശയത്തിൽ വളർന്നിട്ട് ഒന്നും ചെയ്യാതെ പകച്ചു നിൽക്കുമ്പോ പ്രപഞ്ചത്തിൽ ദൈനംദിനം കാണുന്ന ചെറിയ പരീക്ഷണങ്ങളുടെ 1-2 ഉദാഹരണങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്.
വന്നിരായ എന്റെ സുഹൃത്തും SYSന്റെ ഈ ജില്ലയിലെ അമരക്കാരനും രോഗവിവരങ്ങളെ പറ്റി പരിചയപ്പെടുത്തി. ഈ മഹലിൽ തന്നെ ചെറിയൊരു സർവേ നടത്തിയാൽ ചുരുങ്ങിയത് ഒരു 10-20 ആളെങ്കിലും ഹാർട്ട് പേഷ്യന്റ്, അള്ളാഹു സലാമത്ത് തരട്ടെ. ഒരുപക്ഷെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർ, അല്ലെങ്കിൽ ആൻജിയോഗ്രാം കഴിഞ്ഞവർ, അല്ലെങ്കിൽ ബൈപ്പാസിന് വിധേയമായവർ, അള്ളാഹു ശരീരം കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കുമാറാവട്ടെ. ഒരു 10 ആളുകളെങ്കിലും ക്യാൻസർ എന്ന വലിയ രോഗത്തിന് അടിമകളാണ്. പഴയ കാലത്തൊക്കെ ഒരു 50-60-ലൊക്കെയാണ് ഇത്തരം രോഗം കണ്ടിരുന്നതെങ്കിൽ ചെറിയ കുഞ്ഞുമക്കളെ വരെ ഇന്ന് ആ രോഗം ത്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 മാസം മുമ്പ് വന്നു നിന്നു. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ ഓടിക്കയറി സ്ഥാപനത്തിലേക്ക് വന്നു. അയാളുടെ മുഖത്തൊരു വിഷാദഭാവം, സംസാരിക്കാൻ കിട്ടുന്നില്ല. എന്നിട്ടും അയാൾ പറഞ്ഞു, ഉസ്താദ്, കുട്ടികളെയൊക്കെ ഒന്ന് കൂട്ടിയിരുത്തി ദുആ ചെയ്യാനുള്ള സമയമുണ്ടോ? ഞാൻ വാച്ചിൽ നോക്കിയുണ്ട്, 1 മണിക്കൂറുണ്ട്. ബെല്ലടിച്ച് കുട്ടികളൊക്കെ താഴേക്ക് ഇറങ്ങുമ്പോ ഇയാൾ ഓടിച്ചെന്ന് കാറിന്റെ ഡോറ് തുറന്നിട്ട് ഒരു ചെറിയ കൈക്കുഞ്ഞുമായി കയറി വരുന്നു. ഞാൻ ഒന്ന് മാത്രമാണ് ആ പൊന്നുമോളുടെ മുഖത്തേക്ക് നോക്കി. 2 വയസ്സുണ്ടാകും. അമ്മിഞ്ഞപ്പാലിന്റെ നറുമണം വിട്ടുമാറിയിട്ടില്ല. ആ പൊന്നോമനയുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ സ്കെച്ച് പേന കൊണ്ട് ഇന്റു മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അയാളോട് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിൽ ഡെയിലി 75,000 രൂപ 80,000 രൂപ ബിസിനസ് നടത്തുന്ന ആ കച്ചവട മുതലാളി ഒരു ചെറിയ കുഞ്ഞിനെ പോലെ വാവിട്ട് കരയുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കാലുകുത്തിയിട്ട് മാസങ്ങളേറെയായി, സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളേറെയായി. ഉസ്താദ്, എന്റെ പൊന്നോമനയുടെ തലയുടെ അഥവാ തലച്ചോറിനും തലയൊട്ടിക്കും ഇടയിൽ ബയോപ്സിക്ക് പോലും പറ്റാത്ത രൂപത്തിൽ ക്യാൻസർ വ്യാപകമായിരിക്കുന്നു. റബ്ബേ, ഹാജാന്റെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. എന്നിട്ട് ആ പിതാവ് വാവിട്ട് കരയുകയാണ്. അയാൾ പറഞ്ഞു, ഉസ്താദ്, രോഗം മാറാൻ ദുആ ചെയ്യാൻ പറയാൻ വേണ്ടി വന്നതല്ല. കാരിത്താസിൽ എന്റെ പൊന്നോമനയുമായി പോകുമ്പോ 1 മാസത്തെ റേഡിയേഷന്റെ പീരീഡാ നിശ്ചയിച്ചത്. പക്ഷേ മുലപ്പാലിന്റെ നറുമണം വിട്ടുമാറാത്ത പൊന്നോമനയ്ക്ക് ബോധം കെടുത്താൻ പറ്റൂല. റേഡിയേഷന് മുമ്പ് ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കുമ്പോ കുട്ടി ഉറങ്ങിക്കിട്ടണം. ആദ്യത്തെ 5 ദിവസങ്ങളിലും റേഡിയേഷന്റെ മരുന്ന് കൊടുത്തപ്പോ ഉറങ്ങാതെ വന്നു. 6ാമത്തെ ദിവസം ചേമ്പില പോലെ വാളിത്തറന്ന കുഞ്ഞുമായി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, 1 മാസക്കാലം ബോധം കെടുത്തിയാൽ മറ്റെന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് ആ കോഴ്സ് നിർത്തിവെക്കാം. ആ ചെറുപ്പക്കാരൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ്, എന്റെ പൊന്നോമനയ്ക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കുമെന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. രോഗങ്ങളുടെ ചെറിയ ഒരു രൂപമാണ് ഇക്കാണുന്നത്. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് ചെറിയ രൂപത്തിൽ ഞാൻ മറ്റൊരു ഭാഗത്ത് പരിചയപ്പെടുത്തിയത്. ഇതെല്ലാം കണ്ട് നല്ല വരുമാനമുള്ളവന് നീറി മരിക്കുമ്പോ നമ്മുടെ ചിന്താമണ്ഡലം ചിന്തിക്കേണ്ടത് 1400 കൊല്ലം മുമ്പ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ ഒരിക്കൽ ഇതാ ചോദിച്ച ഒരു ചോദ്യം കാണാം, കൈഫ അൻതും, സ്വഹാബ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ എത്ര വലുതാണ്? 1400 വർഷം മുമ്പ് മുത്തുനബി സഹാബത്തിന് മുന്നിൽ ഈ പരാമർശം ഉന്നയിക്കുമ്പോ സ്വഹാബത്തുൽ കിറാം നബി തങ്ങളോട് ചോദിക്കുന്നു, ഓ നബിയേ, അവക്കായിനു യാ റസൂലല്ലാഹ്, അങ്ങ് പറയുന്നത് പോലെ രോഗങ്ങളുടെ, പ്രകൃതിയുടെ ഈ രൂപത്തിലുള്ള പ്രതിഭാസങ്ങളുടെ വിവിധ മേഖലകളിലുള്ള യാതനകളും പീഡനങ്ങളും ദുരന്തങ്ങളും പിൽക്കാല സമൂഹം നേരിടേണ്ടി വരുമോ?
എത്രത്തോളം അതിന്റെ ഭീകരത നബി വിശദീകരിച്ചു എന്ന് ചോദിച്ചാൽ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനമുള്ളവനും പാതിരാവിന്റെ മറവിലവന്റെ കിടപ്പറയിലേക്ക് ചെന്നാൽ സുഭിക്ഷമായി ഉറങ്ങാൻ കഴിയാതെ ഇഞ്ചിഞ്ചായി നീറി മരിക്കുകയാണ്. സമൂഹമധ്യേ ഇറങ്ങി വരുമ്പോ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അവന്റെ കുടുംബത്തിലെ പശ്ചാത്തലം അവനെ വേദനിപ്പിക്കുകയാണ്. അതിന്റെ ഭീകരമുഖം നബിതങ്ങൾ വിശദീകരിക്കുന്നു. തന്റെ മാതാവിനെ പിതാവിനെ മറവ് ചെയ്ത ഖബർസ്ഥാന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ പാതിരാവിന്റെ മറവിൽ ആ ഖബറിന്റെ അരികിലെത്തുമ്പോ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ മീസാൻ കല്ല് പിടിച്ചിട്ട്, റബ്ബേ ജീവിച്ചതു മതി, എന്റെ റൂഹൊന്ന് പിടിച്ചാൽ എത്ര നന്നായിരുന്നു, കൊതിക്കുന്ന കാലഘട്ടം വരും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി വിശദീകരിക്കുമ്പോ ഈ പരാമർശം നടത്തിയപ്പോ സ്വഹാബത്തുൽ കിറാം നബി തങ്ങളോട് ചോദിച്ചു, അവ ഖായിനു യാ റസൂലല്ലാഹ്, നബിയെ അത്തരം ഒരു തീവ്രമായ പ്രതിസന്ധി പിൽക്കാല സമൂഹം നേരിടേണ്ടി വരുമോ? ഖാജാ തങ്ങളെ മഹബത്തിലായി ഒരുമിച്ചുകൂടിയ ഞാനും നിങ്ങളും ഇന്ന് നിന്റെ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോ 2 മിനിറ്റ് നെഞ്ചത്ത് കൈവച്ചാലോചിക്കണം, ഇത്തരം രോഗികൾ നിന്റെ കുടുംബത്തിൽ ആരോ ഉണ്ടായിട്ടില്ലേ? മരിച്ച പലരെയും മറവ് ചെയ്യാൻ നീ ആ മയ്യത്ത് കെട്ടിൽ ചുമന്നവനല്ലേ? ചെറിയ പാകമാകാത്ത മച്ചിങ്ങ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ കുടുംബത്തിൽ പല ചെറുപ്പക്കാരുടെ ജീവൻ പൊലിഞ്ഞില്ലേ? ഇന്നും നിന്റെ കുടുംബത്തിൽ പല ആളുകളും ഇത്ര തീവ്രമായ പ്രതിസന്ധിക്ക് അടിമയല്ലേ? ഇതൊക്കെ നിന്റെ മനസ്സിന്റെ മുന്നിലും നിന്റെ കൺമുന്നിലും കാണുമ്പോൾ റബ്ബേ എന്ന് ചിന്തിക്കാൻ എത്ര ആളുകൾ സമയം കണ്ടെത്തുന്നു? അങ്ങനെ കണ്ടെത്തുമ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വളരെ വ്യക്തമായി സ്വഹാബത്തിനോട് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ ഖാല റസൂലുള്ളാഹി. ഇഹ്യയിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊണ്ടുവന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, എന്റെ ശരീരം ഏതൊരു തമ്പുരാന്റെ നിയന്ത്രണത്തിലാണോ, പടച്ച റബ്ബിനെ തന്നെ സത്യം. സ്വഹാബ, ഞാനിപ്പോ വിശദീകരിക്കുമ്പോ നിങ്ങളുടെ മനോമുഖരങ്ങളിൽ തെളിയുന്ന ചിത്രങ്ങളെക്കാൾ 10 മടങ്ങ് ഭീകരമുഖം പിൽക്കാല സമൂഹം നേരിടേണ്ടി വരും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ ആകപ്പാടെ ഇത്തരം വേദി കൊണ്ട് കിട്ടുന്ന ഗുണം ഇതുമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വയല് കേട്ട് നന്നാവാൻ ഇപ്പൊ വരുന്ന ആളുകൾ വളരെ കുറവാണ് ഈ നാട്ടിലൊഴികെ. ഇവിടെയൊക്കെ നന്നാവാൻ വേണ്ടി വന്നവരാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇപ്പൊ പൊതുവെ വരുന്ന ആളുകൾ പല അഭിരുചിക്കാരാണ്. ചില ആളുകൾ വരുന്നത് മുസ്ലിം എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ്. മറ്റു ചില ആളുകൾ ഇയാൾ എന്തെങ്കിലുമൊക്കെ ഫലിതങ്ങൾ പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരുന്നതാണ്. വേറെ ചില ആളുകൾ ശബ്ദം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഈ റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ മുന്നിൽ കൂടിയ സമൂഹം 2 കമന്റ് പാസ്സാവും. എന്താ കമന്റ്? ആ മുസ്ലിം വലിയ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ അയാൾ പറഞ്ഞത് എന്നതിനപ്പുറം എന്റെ ജീവിത മേഖലയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പരാമർശം നടത്തിയിട്ട് പടച്ചോനെ തിരുത്തണം എന്ന ചിന്തയിൽ വരുന്നവൾ വളരെ കുറവാണ്. അപ്പൊ പിന്നെ ഇടുക്കിയിൽ ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിച്ചു. ഇവിടെ വരുമ്പോ ഏകദേശം മഗ്‌രിബിന് ബാങ്കിന്റെ സമയമാണ്. ഇത്ര ദൈർഘ്യമേറിയ യാത്ര ചെയ്ത് ഞാൻ വന്ന് മടങ്ങിപ്പോകുമ്പോ എന്റെ മുന്നിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോഴും നമുക്കൊരു സംതൃപ്തി. എന്താ? എന്റെ ജീവിതത്തിൽ അള്ളാഹു ചില കാര്യങ്ങൾ ഇന്ന് 100% സ്വീകരിച്ചത് ഞാൻ പ്രവർത്തിച്ചു എന്ന ഒരു സംതൃപ്തി അള്ളാഹു നൽകുമാറാവട്ടെ. 100% സ്വീകരിച്ചു എന്ന് ഉറപ്പിച്ചു ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിൽ പ്രഥമ പട്ടികയിൽ നിൽക്കുന്ന പ്രവർത്തനമാണ് മദ്ഹറുൽ തമ്മ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ആ നബി പറഞ്ഞു, പടച്ച റബ്ബിനെ തന്നെ സത്യം, 10 മടങ്ങ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പിൽക്കാല സമൂഹം നേരിടേണ്ടി വരും. അതിന്റെ കാരണം എന്താണ്? എന്റെ ഈമാനുള്ള പ്രിയപ്പെട്ട യുവാക്കളെ, സ്നേഹമുള്ള ഉമ്മമാരെ, അത് ചിന്തിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞത് ധാർമ്മികമായ മൂല്യങ്ങളുടെ അഭാവമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം
വളരെ മോശമായ പല ജീവിത മേഖലകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിന്റെ ഇടത്തെ മുലയുടെ 2 വിരൽ താഴെയുള്ള ഹൃദയം ഇക്കാണുന്ന ട്യൂബ് പോലെ പ്രകാശിക്കേണ്ടതിന് പകരം തിന്മയുടെ വേലിയേറ്റം കൊണ്ട് കറുത്തിരുണ്ട് വിവർണമായി ആ ഹൃദയം കേടുവരുമ്പോ ഈമാനുള്ളവൻ ചിന്തിക്കാൻ യജമാനായ റബ്ബ് നൽകുന്ന ഇടയ്ക്കിടയ്ക്കുള്ള ടെസ്റ്റ് ഡോസുകളാണ് ഈ പരീക്ഷണങ്ങളും നിബിധങ്ങൾ വിവരിച്ചെങ്കിൽ മനുഷ്യൻ കേടുവരുന്ന ചില സാഹചര്യങ്ങൾ മാനസികമായി അവൻ പിന്നോട്ട് പോകുന്ന പശ്ചാത്തലം വിവിധങ്ങളായ ഹദീസുകളിൽ നിബിധങ്ങൾ വിശദീകരിച്ചത് കാണാം. അതിൽ ഒന്നാമത് തന്നെ നബിതങ്ങൾ പറഞ്ഞത് ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ പ്രപഞ്ചത്തിലേക്ക് റബ്ബ് നൽകുന്നതിന്റെ കാരണമായി ഈമാനികമായ ഉത്തേജനത്തിന്റെ അഭാവത്തിന്റെ കാരണമായി നബിതങ്ങൾ പറഞ്ഞത് തുഗാനിസഉകും ഖാല റസൂലുള്ളാഹി പറഞ്ഞതാണ്. നബിതങ്ങൾ പറഞ്ഞു ഈ രൂപത്തിൽ മനുഷ്യർക്ക് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ധാരാളം പരീക്ഷണങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്നത് ധാർമ്മികമായ മൂല്യങ്ങളുടെ അഭാവമാണ്. ഈ മൂല്യച്യുതി സംഭവിക്കാനുള്ള പശ്ചാത്തല നിബിധങ്ങൾ പറഞ്ഞത് അതിൽ പ്രധാനമായ നിബിധങ്ങൾ ആദ്യം വിവരിച്ചത് സമൂഹത്തിലെ വനിതകൾ കേടുവരുന്നു. ഖാല റസൂലുള്ളാഹി, പെണ്ണുങ്ങൾ ദുർമാർഗികളായി മാറുന്നു, സ്ത്രീകൾ വഴിവിട്ട് സഞ്ചരിക്കുന്നു. ഞാൻ വളരെ ചെറുപ്പത്തില് എന്റെ പഠനത്തിന്റെ തുടക്കകാലം അൽഹംദുലില്ലാഹ്